നമ്മുടെ കുട്ടികൾ എക്സാമിന് കുറച്ചൊന്ന് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് വലിയ ടെൻഷനായിരിക്കും. ഇവർ പെട്ടെന്ന് തന്നെ ടീച്ചേഴ്സിനെ വിളിച്ച് ഡിസ്കസ് ചെയ്യും, ഇവരെ പിടിച്ച് ട്യൂഷന് ചേർക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇവർ സ്കൂൾ തന്നെ മാറ്റിയിട്ടുണ്ടായിരിക്കും. നേരെ മറിച്ച് ഇതേ കുട്ടിയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ടീച്ചർ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞാൽ ടീച്ചറായിരിക്കും അവിടെ പ്രശ്നക്കാർ. ഇനി കൂട്ടുകാരുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കൂട്ടുകാർ മൊത്തത്തിൽ കുഴപ്പക്കാരാണ്, ഇനി അവരോട് കൂട്ടുകൂടണ്ട എന്നുള്ള നിലയായിരിക്കും. ഇനി അയൽപക്കത്തോ നാട്ടിലോ ആണ് പ്രശ്നം ഉണ്ടാക്കുന്നതെങ്കിൽ മൊത്തം അയൽക്കാരും ശരിയല്ല, ഇനി അവരോടൊന്നും കൂട്ടുകൂടണ്ട എന്നുള്ള നിലപാടായിരിക്കും അച്ഛനമ്മമാർക്ക്. ഇനി വീട്ടിലാണ് പ്രശ്നം ഉണ്ടാക്കുന്നതെങ്കിലോ നമ്മുടെ വളർത്തുദോഷം എന്ന് എല്ലാവരും പറയില്ലേ, അല്ലെങ്കിൽ തൻ്റെ മകൻ്റെ ഭാവിക്ക് ഇത് വളരെ ദോഷമായിരിക്കും ഇത് പുറത്ത് പറയുന്നത്, അതുകൊണ്ട് ഇതിനി ആരോടും പറയണ്ട, സാരമില്ല പോട്ടെ, അവൻ വളർന്നു വലുതായി വരുന്നല്ലേ ഉള്ളൂ, അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ എല്ലാം അങ്ങോട്ട് ശരിയായിക്കോളും എന്നും പറഞ്ഞ് ആവശ്യത്തിനും അനാവശ്യത്തിനും സ്നേഹമൊക്കെ അങ്ങ് വാരി വിതറി ഓവർ പ്രൊട്ടക്റ്റ് ചെയ്ത് പിന്നീട് ഈ കുട്ടിയെ നമ്മുടെ വീട്ടിലും സമൂഹത്തിനും ഒന്നും വേണ്ടാത്ത രീതിയിൽ അങ്ങോട്ട് ഒരു പരുവാക്കി മാറ്റിയെടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു വ്യക്തിയിൽ എപ്പോൾ മുതലാണ് ഈ സ്നേഹം, കരുണ, ദയ, അല്ലെങ്കിൽ മറ്റൊരാളെ ബഹുമാനിക്കുന്നത്, ഇതുപോലെയുള്ള മാനുഷിക മൂല്യങ്ങളൊക്കെ എപ്പോൾ മുതലാണ് ഈ കുട്ടി അറിഞ്ഞു വരുന്നത്? അപ്പോൾ എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു കുട്ടിയുടെ കോഗ്നിറ്റീവ് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ് എന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടും ചില കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജീവിതം വളരെയധികം സന്തോഷപ്രദമായിരിക്കും.